ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? സോ നമുക്ക് ക്വാണ്ടിന്റെ അടുത്ത ലേണിംഗ് മൊഡ്യൂളിലേക്ക് പോകാം. പോർട്ട്ഫോളിയോ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാൽക്കുലേഷൻ കൂടുതലുള്ള ഒരു മൊഡ്യൂളാണ് പോർട്ട്ഫോളിയോ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. സോ എന്താണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്? നമ്മൾ യൂഷ്വലി ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു പൈസ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഒരു സ്റ്റോക്കിലായിരിക്കില്ല അല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും, ചിലത് FD ഇൻവെസ്റ്റ് ചെയ്യും, ബാക്കിയുള്ളത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, ബാക്കിയുള്ളത് ബാങ്കിൽ വെറുതെ ഇട്ടിരിക്കും. അങ്ങനെ പല പല ആവശ്യങ്ങൾ നമ്മളൊരു പൈസ കൊണ്ടുപോയിട്ട് ഒന്നെങ്കിൽ റിലയൻസിന്റെ സ്റ്റോക്കിൽ മാത്രമല്ല ഇടുന്നത്, അല്ലെങ്കിൽ FD മാത്രമല്ല ഇടുന്നത്, നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് പലയിടത്തിടും. സോ നമ്മൾ നമ്മുടെ പൈസ കൊണ്ട് പല പല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും നേരം നമ്മൾ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ലേണിംഗ് മൊഡ്യൂൾ 4 വരെ നമ്മൾ പഠിച്ചത് ഒരു ഫൈനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഒരു ബോണ്ടിന്റെ റിസ്കും റിട്ടേണിന്റെയും ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ പറ്റിയാണ്. ഇനി ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ ആ പോർട്ട്ഫോളിയോന്റെ റിസ്കും റിട്ടേണും എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ വരുന്ന വേരിയേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാം. സോ ഒബ്വിയസ്ലി ഒരു പോർട്ട്ഫോളിയോയിലുള്ള റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഡിവിജ്വൽ ഫൈനാൻഷ്യൽ അസറ്റ്സിന്റെ റിട്ടേണിന്റെ ഒരു കോമ്പിനേഷൻ ആണ് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എന്ന് പറയുന്നത്. അതേപോലെ ഇൻഡിവിജ്വൽ ഫൈനാൻഷ്യൽ അസറ്റ്സിന്റെ റിസ്കിന്റെ ഒരു കോമ്പിനേഷൻ ആണ് പോർട്ട്ഫോളിയോ റിസ്ക് എന്നും പറയുന്നത്. സോ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് മുന്നിലേക്ക് പോകാം എന്നുള്ളതിനെയൊക്കെ പറ്റി നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാം. ഞാൻ ആദ്യമേ പറയുന്നത് ഒരു കാൽക്കുലേഷൻ ഓറിയന്റഡ് ചാപ്റ്റർ ആണ്, പക്ഷെ നമ്മൾ ഇതിന്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിളിനെ പറ്റിയും നമ്മൾ ആദ്യമേ ക്ലിയർ ആക്കിയിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ കാൽക്കുലേഷൻസിലേക്ക് പോകുന്നത്. So whatever statistical measures we learned so far, we applied it for an individual financial asset. Now we are going to apply all those measures to a real life portfolio, that is a combination of different financial assets. First one, expected return on the portfolio. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ERPയും വെറുതെ ഉള്ള RPയും എന്ന് പറയുന്ന രണ്ട് ടേംസ് നിങ്ങൾ കണ്ടുമുട്ടും. ഇത് ആദ്യമേ തന്നെ ക്ലിയർ ആക്കാം. RP എന്ന് പറയുന്നത് ഒരു പോർട്ട്ഫോളിയോ ആക്ച്വലി തരുന്ന റിട്ടേൺ ആണ്. അതായത് ഈ വർഷം സേ ഒരു പോർട്ട്ഫോളിയോ 10% റിട്ടേൺ ആക്ച്വലി തന്നെങ്കിൽ അതിനെയാണ് നമ്മൾ RP വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണ് ഈ വർഷം എന്ത് റിട്ടേൺ കിട്ടുമായിരിക്കും. സോ അതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത്, ERP. അതായത് കഴിഞ്ഞ വർഷമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണ് ഈ വർഷം എത്ര റിട്ടേൺ കിട്ടുമെന്ന്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഉപയോഗിച്ച്. സോ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഒരു പോർട്ട്ഫോളിയോയുടെ അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺസിനെയാണ് നമ്മൾ വെച്ച് വിളിക്കുന്നത്. സോ എക്സ്പെക്റ്റഡ് എവിടെ കാണുന്നു അതിന്റെ അർത്ഥം എക്സ്പെക്റ്റഡ് ആണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്, ആക്ച്വലി അത് നടന്നിട്ടില്ല. സോ ആക്ച്വലി ഒരു പോർട്ട്ഫോളിയോ റിട്ടേൺ ഈ വർഷം തന്നതും നമ്മളുടെ എക്സ്പെക്ടേഷൻ തമ്മിലുള്ള ഈ ഡിഫറൻസിനെയാണ് നമ്മൾ റിസ്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. എന്തായാലും ഫസ്റ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ദ പോർട്ട്ഫോളിയോ. ആസ് വി ഓൾറെഡി ഡിസ്കസ്, ഒരു പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എന്ന് പറയുന്നത് അതിന്റെ ഇൻഡിവിജ്വൽ അസറ്റ്സിന്റെ റിട്ടേൺസിന്റെ ഒരു അഡീഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സമ്മേഷൻ ആണ്. സോ വെറുതെ എല്ലാ സ്റ്റോക്കിന്റെയും റിട്ടേൺസ് നമുക്ക് ആഡ് ചെയ്ത് കൂട്ടാൻ പറ്റത്തില്ല. പകരം നമുക്കൊരു വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കണം. എന്താണ് ഈ വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത്? അതായത് നിങ്ങൾ സപ്പോസ് റിലയൻസിൽ ഒരു 100,000 ഇൻവെസ്റ്റ് ചെയ്തു, 10-year ഗവൺമെന്റ് ബോണ്ടിൽ ഒരു 250,000ഉം ഗോൾഡിൽ ഒരു 150,000ഉം പിന്നെ റീറ്റ്സിൽ അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിൽ നിങ്ങൾ ഒരു 80,000 ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നമ്മൾ ആദ്യമേ മൊത്തം നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ എത്ര ശതമാനമാണ് റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഗവൺമെന്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത്, അങ്ങനെ ഓരോ സ്റ്റോക്കിലും എത്ര പെർസെന്റേജ് അല്ലെങ്കിൽ എന്ത് വെയിറ്റേജ്, അതിനെയാണ് വെയിറ്റേജ് എന്ന് വിളിക്കുന്നത്. W വെച്ച് നമ്മൾ ഇനി അങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന W, weightage of the investment in that particular financial asset multiplied by that percentage expected return. അതായത് നിങ്ങൾ ഇപ്പൊ ഈ ഫുൾ പൈസയും നിങ്ങൾ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ പെർസെന്റേജ് 100 ആവുമായിരുന്നു, അല്ലെങ്കിൽ വെയിറ്റേജ് എന്ന് പറയുന്നത് 1 ആവുമായിരുന്നു. സോ 1 into 15 ചെയ്താൽ നിങ്ങൾക്ക് ആ റിലയൻസിന്റെ റിട്ടേൺ ആയിരിക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറയുന്നത്. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ആ ഒരു വെയിറ്റേജ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ വെയിറ്റേജ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അതായത്
100,000 ഡിവൈഡഡ് ബൈ 580,000 ചെയ്യുമ്പോൾ നമുക്ക് 0.172 കിട്ടും. പിന്നെ 250,000 ഡിവൈഡഡ് ബൈ 580,000 ചെയ്യുമ്പോൾ 431. അതേപോലെ നമുക്ക് ഓരോ വെയിറ്റേജ് കിട്ടും. ആ വെയിറ്റേജ് മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് ഫൈനാൻഷ്യൽ അസറ്റ്സ് ആനുവൽ റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്ടഡ് റിട്ടേൺസ് കിട്ടുക. എക്സ്പെക്ടഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ കിട്ടും. വെയിറ്റേജ് ഇൻറ്റു that particular financial assets return. അതായത് W1 R1 പ്ലസ് W2 R2 പ്ലസ് W3 R3 അങ്ങനെ പോകുന്നത്. ഇപ്പൊ നമ്മൾ റിട്ടേൺ കണ്ടുപിടിച്ച പോർട്ട്ഫോളിയോയുടെ, ഇനി അടുത്ത് നമുക്ക് പോർട്ട്ഫോളിയോയുടെ റിസ്ക് കണ്ടുപിടിക്കണം. പോർട്ട്ഫോളിയോയുടെ റിട്ടേണിൽ നമ്മൾ ഇൻഡിവിജ്വൽ അസറ്റ്സിന്റെ റിട്ടേൺ ആഡ് ചെയ്ത് അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എടുത്തത്. പോർട്ട്ഫോളിയോ റിസ്കിലും അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അതായത് ഇൻഡിവിജ്വൽ ഫൈനാൻഷ്യൽ അസറ്റ്സിന്റെ വെയിറ്റേജ് അനുസരിച്ചുള്ള റിസ്ക് നമ്മൾ ആഡ് ചെയ്യും. അത് കൂടാതെ നമ്മൾ വേറെ കുറച്ച് ടേംസും കൂടെ അതിനകത്ത് ആഡ് ആയി വരും. എന്തിന്, ഏതൊക്കെയാണ് ആ ടേംസ് എന്നുള്ളത് നമുക്ക് നോക്കാം. പോർട്ട്ഫോളിയോ വേരിയൻസ് നമ്മൾ പറഞ്ഞു. റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റേഞ്ച് ഉണ്ട്, വേരിയൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. പല രീതിയിൽ നമുക്ക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഈ പോർട്ട്ഫോളിയോയുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവര് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വെച്ചാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ നമുക്ക് ആദ്യമേ വേരിയൻസിന്റെ ആവശ്യമുണ്ട്. സോ ആദ്യമേ നമുക്ക് വേരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. വേരിയൻസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സിഗ്മ സ്ക്വയർഡ്. സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സിമ്പിൾ ആണ് അല്ലേ. സോ സിഗ്മ സ്ക്വയർഡ് ഓഫ് റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ. ഇങ്ങനെയാണ് ആ ഒരു പോർട്ട്ഫോളിയോയുടെ വേരിയൻസ് അഥവാ റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ആ വെയിറ്റേജ് ഇൻറ്റു റിട്ടേൺസ് ആണ്. ഇവിടെയും നമ്മൾ സിഗ്മ സ്ക്വയർഡ് ആണ് ചെയ്യുന്നത്. അതായത് റിസ്കിന്റെ സ്ക്വയർ ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സസിൽ വേരിയൻസിന്റെ ക്ലാസ്സസ് നോക്കിയാൽ അറിയാം. ഇവിടെ റിസ്ക് സ്ക്വയറിലാണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ വെയിറ്റേജിന്റെ സ്ക്വയറിലായിരിക്കും നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, W സ്ക്വയർഡ് സിഗ്മ സ്ക്വയർഡ് പ്ലസ് W1 സ്ക്വയർഡ് സിഗ്മ സ്ക്വയർഡ് പ്ലസ് W2 സ്ക്വയർഡ് സിഗ്മ 2 അങ്ങനെ അടുത്ത ഓരോരോ ഫൈനാൻഷ്യൽ അസറ്റിന്റെ ഇൻഡിവിജ്വൽ റിസ്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വേരിയൻസസ് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പോർട്ട്ഫോളിയോ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ സ്ക്വയർഡ് ഒരു ഭയങ്കര പ്രശ്നമാണ്. എന്താണെന്ന് അറിയാവോ? ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എക്സ്പെക്ടഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ 10% ആണെന്ന് വെച്ചോളൂ. ആക്ച്വലി പോർട്ട്ഫോളിയോ തന്ന റിസ്ക് റിട്ടേൺ എന്ന് പറയുന്ന 11%ഓ 9%ഓ ആണെങ്കിൽ ഇവിടെ ഉള്ള ഡിഫറൻസ് ഒന്ന് ഇവിടെ +1ഉം ഇവിടെ -1ഉം ആണ് അല്ലെ. പക്ഷെ ഇവിടെ സ്ക്വയർ ഉള്ള കാരണം ഈ +1ഉം -1ഉം 1 ആയിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും സൈനിന്റെ എഫക്റ്റ് മാറുന്നതായിട്ട് നമുക്ക് കാണും. എന്താണ് സൈനിന്റെ എഫക്റ്റ് മാറിയാലുള്ള പ്രശ്നം? എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പോർട്ട്ഫോളിയോനകത്ത് 2 സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ എന്തോ ഒരു ന്യൂസ് വന്നേ, ഒരു യുദ്ധം നടന്നെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂസ് വന്നപ്പോഴത്തേക്കിനും ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്ത നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റിട്ടേണിനേക്കാൾ മുകളിലേക്ക് പോവുകയും മറ്റേത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിട്ടേണിനേക്കാൾ താഴേക്ക് പോവുകയും ചെയ്തു. അതായത് ഒരു ന്യൂസ് തന്നെ 2 സ്റ്റോക്കിനെയും 2 രീതിയിൽ എഫക്ട് ചെയ്തു. ഇവിടെ ഉണ്ടാവുന്ന ലോസ് ഉണ്ടല്ലോ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കിട്ടിയ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺസിനേക്കാൾ താഴേക്ക് റിട്ടേൺ പോയപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ലോസ് ഇവിടെ വരുന്ന ഗെയിനുമായിട്ട് ഇതങ്ങ് മാച്ച് ആയിപ്പോയി. അതായത് ഞാൻ മൊത്തത്തിൽ എന്റെ പോർട്ട്ഫോളിയോ നോക്കുവാണെങ്കിൽ പോർട്ട്ഫോളിയോയുടെ റിസ്ക് 0 ആണ്. അതായത് ഇൻഡിവിജ്വലി അസറ്റ്സിന് റിസ്ക് ഉണ്ട് അല്ലെങ്കിൽ വേരിയൻസ് ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ ഒരു അസറ്റിന്റെ ലോസ് വേറൊരു അസറ്റിന്റെ ഗെയിനുമായിട്ട് മാച്ചായി പോയി. അതായത് അത് ലോസും ഗെയിനും അങ്ങ് ടിക്കായി പോയി. അതായത് മൊത്തത്തിൽ പോർട്ട്ഫോളിയോയുടെ റിസ്ക് 0 ആയിട്ട് വന്നു. പക്ഷെ നമ്മുടെ ഇക്വേഷനകത്ത് W1 സ്ക്വയർഡ് സിഗ്മ സ്ക്വയർഡ് പ്ലസ് W2 സ്ക്വയർഡ് സിഗ്മ 2 സ്ക്വയർഡ് ആണെങ്കിൽ ഇവിടെ ഈ നെഗറ്റീവ് അല്ലെങ്കിൽ ഒന്ന് മുകളിലേക്ക് പോകുമ്പോഴും ഒന്ന് താഴേക്ക് വരുമ്പോഴും ഉള്ള ഈ സിമ്പൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ, ആ ഡയറക്ഷൻ നമുക്ക് വേരിയൻസ് വഴി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം സ്ക്വയർ ചെയ്യുന്ന കാരണം ഇവിടുത്തെ സിമ്പല് എപ്പോഴും പോസിറ്റീവായേ വരത്തുള്ളൂ. സോ ഇത് മാറ്റാൻ വേണ്ടി ഈ പറയുന്ന ഈ സെയിം ഇക്വേഷനകത്ത് നമ്മൾ വേറൊരു ഇക്വേഷനും കൂടെ അല്ലെങ്കിൽ വേറൊരു ടേമും കൂടെ ആഡ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോവേരിയൻസ്. കോവേരിയൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സസിൽ പഠിച്ചിരുന്നു. അതായത് ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺ അതിന്റെ
എക്സ്പെക്ടഡ് റിട്ടേണിൽ നിന്നും മേലേക്ക് പോകുമ്പോൾ മറ്റേ സ്റ്റോക്കിന്റെ റിട്ടേണും എക്സ്പെക്ടഡ് റിട്ടേണിൽ നിന്നും മേലേക്കാണോ താഴേക്കാണോ പോകുന്നതെന്ന് കണ്ടുപിടിക്കുന്ന ടേം ആണ് കോവേരിയൻസ് എന്ന് പറയുന്നത്. That gives the direction. Covariance gives the direction of the stocks movement. So covariance ഇവിടെ വരുമ്പോഴത്തേക്കും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ കോവേരിയൻസ് നെഗറ്റീവ് ആയി വരും. അതായത് ഈ മൊത്തത്തിലുള്ള പോസിറ്റീവിനെ ഈ നെഗറ്റീവുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പോർട്ട്ഫോളിയോയുടെ റിസ്ക് സീറോ ആവുകയോ നെഗറ്റീവ് റെഡ്യൂസ് ചെയ്യുന്നതായിട്ടോ നമുക്ക് കാണാം. അതുകൊണ്ട് ചുമ്മാ ഇൻഡിവിജ്വൽ അസറ്റ്സിന്റെ റിസ്ക് അതിന്റെ വെയിറ്റേജിനകത്ത് ആഡ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ കൂടെ നമ്മൾ കോവേരിയൻസും കൂടെ ആഡ് ചെയ്യണം. ഇപ്പൊ രണ്ട് അസറ്റും ഒരേ ഡയറക്ഷനിൽ നീങ്ങുവാണെങ്കിൽ കോവേരിയൻസ് പോസിറ്റീവ് ആവും. അതായത് പോർട്ട്ഫോളിയോയുടെ റിസ്ക് കൂടുന്നതായിട്ട് കാണാം. ഒരു ന്യൂസ് വന്ന് എന്തോ യുദ്ധം നടന്നു, അങ്ങനെയാണെങ്കിൽ എല്ലാ സ്റ്റോക്കും താഴോട്ട് പോവുകയാണെങ്കിൽ എന്റെ പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത്. സോ അവിടെ കോവേരിയൻസിന്റെ ടേം നമ്മൾ ആഡ് ചെയ്യണം. Calculation of the portfolio returns was very straightforward. As we just saw, we multiply the individual assets weight in the portfolio by its respective return and then summing them up. But calculating the portfolio risk or variance is a different story altogether. Of course, we have to add up the variances of the individual assets multiplied by its weight squared. എന്തുകൊണ്ടാണ് W squared ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, കാരണം വേരിയൻസ് സ്ക്വയർഡിലാണ് ഇരിക്കുന്നത്. Before that, what is the risk? ഞാൻ പറഞ്ഞു the mathematical calculation of how much a stock's actual return has deviated from our expected return on the basis of an incoming news. എന്തോ ഒരു ന്യൂസ് എങ്ങനെയാണ് രണ്ട് സ്റ്റോക്കിനെയും എഫക്ട് ചെയ്യുന്നത്. Over a period of time, this movement is captured as variance. We add the variance multiplied by its weight squared because variance itself is squared, but these relate to individual assets. What if the movement in one asset is offset by the movement in another asset? Then the effect of that news on the portfolio as a whole becomes much smaller or even close to zero. But we already assumed the risk of the portfolio to be sum of the individual variances, and therefore it won't capture this fine part. As per our calculation, despite risk reduction, our portfolio still shows risk as per our initial equation. How will we fix this? We need to account for offsetting effect by subtracting it from the sum of the individual risk. This is exactly what the covariance terms does. If one stock moves above its mean, is the other stock also moving above or below its mean? And that reveals the direction. ഇവിടെ mean അല്ല, ഇവിടെ expected portfolio ആ particular സ്റ്റോക്കിന്റെ expected return. നമുക്കൊരു misconception solve ചെയ്യാം. റിസ്ക് സീറോ ആയി. Okay. Risk reduction means the gain of one asset is offsetting the loss of another. അങ്ങനെയാണെങ്കിൽ ഞാൻ 1 ലക്ഷം രൂപ ഒരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ പോർട്ട്ഫോളിയോയുടെ റിസ്ക് സീറോ ആണെന്ന് വെച്ചാൽ 10 വർഷം കഴിയുമ്പോഴോ 20 വർഷം കഴിയുമ്പോഴോ എന്റെ ആ 1 ലക്ഷമായിട്ട് തന്നെ ഇരിക്കുവാണ്. കാരണം ഒരു സ്റ്റോക്കിൽ ഉണ്ടാവുന്ന റിട്ടേൺ മറ്റേ സ്റ്റോക്കിൽ ഉണ്ടാവുന്ന ലോസുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് പോവുകയാണ്. ഇതെങ്ങനെ ശരിയാവും? ഇത് തെറ്റായിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ്. എന്താണ് ഈ സീറോ റിസ്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഗവൺമെന്റ് ബോൺസ് സീറോ റിസ്ക് എന്ന് വിളിക്കും അല്ലെ? എന്താണ് ഈ സീറോ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Does 1 lakh invested in a government bond remains 1 lakh after 5 or 10 years? Absolutely no. It will keep on paying the periodic coupon payments. You are earning interest on your investment. അതായത് 1 ലക്ഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് സീറോ റിസ്ക് ആണ് ഈ ഗവൺമെന്റ് ബോണ്ട് എന്ന് പറയുന്നെങ്കിലും അത് എനിക്ക് പീരിയോഡിക് ആയിട്ട് ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. ഒരു FD എനിക്ക് എല്ലാ മാസവും ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. By zero risk, we mean that the coupon payments are guaranteed. There is no uncertainty about how much you will receive and when. സീറോ റിസ്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടുന്ന റിട്ടേൺസ് കറക്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും, അതിലൊരു വേരിയേഷനും സംഭവിക്കുന്നില്ല. അതാണ് റിസ്ക് എന്ന് പറയുന്നത്. What does zero risk mean for a portfolio then? When we say a portfolio has zero risk, we mean that the portfolio will still earn the expected portfolio return that we calculated. നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത പോർട്ട്ഫോളിയോ റിട്ടേൺ ഇല്ലേ, അത് എന്തായാലും പോർട്ട്ഫോളിയോ റിട്ടേൺ തന്നിരിക്കും. ബട്ട് ഇറ്റ് വിൽ നോട്ട് ഡീവിയേറ്റ് ഫ്രം ദാറ്റ് റിട്ടേൺ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പോർട്ട്ഫോളിയോ റിട്ടേണിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യില്ല എന്നതാണ് ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്ക് സീറോ ആവുന്നു എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾക്ക് റിട്ടേൺസ് സീറോ ആവുന്നു എന്നല്ല റിസ്ക് സീറോ ആവുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. There is no uncertainty. The actual returns will always be equal to the expected returns. അതായത് RP minus ERP
is always equal to 0 when the risk is 0. Okay, റിസ്ക് 0 ആവുന്നത് വളരെ റെയർ കണ്ടീഷൻസിൽ മാത്രമേ ഉള്ളൂ ഒരു പോർട്ട്ഫോളിയോയിൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലോ ബോണ്ടിലോ FDയിലോ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. Lower risk means lower deviation of the actual yearly returns from the portfolio's expected return. Zero risk means zero deviation. The return is exactly what you calculated every single time with no surprises. അതായത് ഞാൻ ഒരു FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ എക്സ്പെക്ടഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് 10% ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ എല്ലാ വർഷവും എനിക്ക് 10% ഇൻട്രസ്റ്റ് കിട്ടും. അതാണ് എന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ആക്ച്വലി ആ FD തരാൻ പോകുന്ന ഇൻട്രസ്റ്റും എന്റെ എക്സ്പെക്ടഡ് ഇൻട്രസ്റ്റും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, 0 ആണ്. സോ 0 റിസ്ക് ആണ്. So zero risk does not mean zero return. It means return with certainty. No fluctuation, no surprises, just the expected return delivered consistently. ഈ സീറോ റിസ്ക് ആണ് നമുക്ക് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇറ്റ് ഗീവ് റൈസ് ടു ദ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. അതായത് ഇപ്പം ഒരു വ്യക്തിക്ക് സീറോ റിസ്ക് മതി, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കുറച്ച് റിസ്ക് ആവാം. അങ്ങനെയാണെങ്കിൽ ആ റിസ്കിനനുസരിച്ച് ഏതൊക്കെ പോർട്ട്ഫോളിയോ, ഏതൊക്കെ ഇൻഡിവിജ്വൽ അസറ്റ്സിൽ എത്ര ശതമാനം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം, സോ ദാറ്റ് മൈ റിസ്ക് ഈസ് ഓൾവേസ് ഇൻ ദാറ്റ് സെയിം റേഞ്ച്. അതായത് ലോകത്ത് എന്ത് ന്യൂസ് തന്നെ വന്നാലും എനിക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസ് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നിടത്തായിരിക്കണം. അതിനെയാണ് ഞാൻ അങ്ങനെയുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോഴാണ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ ആണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. അത് കണ്ടുപിടിച്ചത് ഹാരി മാർക്കോവിറ്റ്സ് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ്. അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് ഞാൻ എത്രത്തോളം കൂടുതൽ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം എന്റെ റിസ്ക് കുറയും, അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ ലോസ് വേറൊരു അസറ്റിന്റെ ഗെയിനുമായിട്ട് ഓഫ്സെറ്റ് ചെയ്ത് പോകും. ദ മോർ ദ നമ്പർ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഐ ഹാവ് ഡൺ, ദ ലെസ് വിൽ ബി ദ റിസ്ക് ഓർ ദ ലെസ് വിൽ ബി ദ കോവേരിയൻസ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ അസറ്റ്സ് തമ്മിലുള്ള കോവേരിയൻസ് ഡിക്രീസ് ചെയ്യും. ഗ്രേറ്റർ ദ ഡൈവേഴ്സിഫിക്കേഷൻ, ലെസ്സർ ദ കോവേരിയൻസ്. ഇത് അതേപോലെ പഠിച്ചു വെച്ചേക്കുക. നമുക്ക് തിരിച്ച് പോർട്ട്ഫോളിയോ വേരിയൻസിലേക്ക് വരാം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ പോർട്ട്ഫോളിയോ ആക്ച്വലി പോർട്ട്ഫോളിയോ തരുന്ന റിട്ടേണും എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോയും തമ്മിലുള്ള ഡിഫറൻസിന്റെ സ്ക്വയർഡ് ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നത്. ഇതിൽ തന്നെ റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ നമ്മൾ നേരത്തെ പഠിച്ചു, W1R1 പ്ലസ് W2R2. എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് വെയിറ്റേജ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദി R1, വെയിറ്റേജ് ഓഫ് ദ സെക്കൻഡ് ഫൈനാൻഷ്യൽ അസറ്റ് ഇൻറ്റു എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദി R2. അങ്ങനെ പോകുന്നതാണ് എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ആസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ അസറ്റ്സ് ഇൻ ദ പോർട്ട്ഫോളിയോ ഇൻക്രീസ്, അതായത് എന്റെ ഡൈവേഴ്സിഫിക്കേഷൻ കൂടുന്തോറും ദ വേരിയൻസ് ഇക്വേഷൻ വിൽ ഹാവ് മോർ ടേംസ്. ഫോർ n securities there are n variances to estimate plus n into n minus 1 by 2 distinct or unique covariances. അതായത് എന്റെ പോർട്ട്ഫോളിയോയിൽ 2 അസറ്റ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ 2 അസറ്റിന്റെയും വേരിയൻസസ് ഞാൻ ആഡ് ചെയ്യണം. അത് കൂടാതെ n into n minus 1 by 2, അതായത് 2 into 1 by 2 കോവേരിയൻസ് ടേംസും ഉണ്ട്. ഓക്കെ, ഡിസ്റ്റിങ്ക്ട് കോവേരിയൻസ് ടേംസ് ആണ്. ഡിസ്റ്റിങ്ക്ട് കോവേരിയൻസ് ടേംസ് അതായത് ഒരു സ്റ്റോക്ക് നീങ്ങുമ്പോൾ മറ്റേ സ്റ്റോക്കും എങ്ങനെയാണ് മുകളിലേക്കാണോ താഴേക്കാണോ നീങ്ങുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കോവേരിയൻസ് ടേംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 സെക്യൂരിറ്റീസ്, അതായത് എന്റെ പോർട്ട്ഫോളിയോയിൽ 2 സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ രണ്ടിന്റെയും വേരിയൻസസ് ആഡ് ചെയ്യണം. അത് കൂടാതെ ഒരു ഡിസ്റ്റിങ്ക്ട് കോവേരിയൻസ് n into n minus 1 by 2 വഴി കിട്ടിയ 1 കോവേരിയൻസ് ടേംസും ഉണ്ടാവും നമ്മുടെ ഇക്വേഷനകത്ത്. അതേപോലെ എന്റെ പോർട്ട്ഫോളിയോക്കകത്ത് 3 സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ആ മൂന്നിന്റെയും വേരിയൻസസ്, ഇൻഡിവിജ്വൽ വേരിയൻസസ് അക്കോർഡിംഗ് ടു ദ വെയിറ്റേജ് പ്ലസ് 3 ഡിസ്റ്റിങ് കോവേരിയൻസസ്. ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 3 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 ആകുമ്പോഴത്തേക്കിനും 4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 ഡിസ്റ്റിങ് വേരിയൻസ് കിട്ടും. അതായത് 20 സെക്യൂരിറ്റീസ് ആകുമ്പോൾ 20 വേരിയൻസസും 190 ഡിസ്റ്റിങ് കോവേരിയൻസസും, അതായത് നിയർലി 10 ടൈംസ് ആയിട്ടുണ്ടല്ലേ. നമ്മുടെ സെക്യൂരിറ്റീസ് കൂടുന്തോറും, നമ്മുടെ പോർട്ട്ഫോളിയോക്കകത്തുള്ള സെക്യൂരിറ്റീസ് കൂടുന്തോറും കോവേരിയൻസിന്റെ പ്രാധാന്യം കൂടിക്കൂടി വരുവാണ്. അഥവാ ഡൈവേഴ്സിഫിക്കേഷൻ കൂടുന്തോറും നമ്മുടെ റിസ്ക് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. ഡിഫറൻസ് ബിറ്റ്വീൻ RP ആൻഡ് ERP നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. പോർട്ട്ഫോളിയോയുടെ റിട്ടേണും എക്സ്പെക്ടഡ് പോർട്ട്ഫോളിയോ റിട്ടേണും തമ്മിലുള്ള ഡിഫറൻസ്.
what we expect from a portfolio is known as, calculated from the historical data is known as expected return of the portfolio. The difference between the two return of the portfolio expected return of the portfolio തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ റിസ്ക് അഥവാ എക്സ്പെക്റ്റഡ് റിസ്ക് എന്ന് വിളിക്കുന്നത്. എക്സ്പെക്റ്റഡ് റിസ്ക് എന്തുകൊണ്ട് വിളിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെയും നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ ആണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഈ കിട്ടുന്ന വേരിയൻസിനെ നമ്മൾ എക്സ്പെക്റ്റഡ് റിസ്ക് ഓഫ് ദി എക്സ്പെക്റ്റഡ് വേരിയൻസ് ഓഫ് ദ പോർട്ട്ഫോളിയോ എന്നാണ് വിളിക്കുന്നത്. റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ W1R1 പ്ലസ് W2R2 പ്ലസ് 2 അസറ്റ്, ഒരു 2 അസറ്റിനുള്ള പോർട്ട്ഫോളിയോയ്ക്ക്, 3 അസറ്റ് ഉള്ള പോർട്ട്ഫോളിയോയ്ക്ക് W1R1 പ്ലസ് W2R2 പ്ലസ് W3R3. അതേപോലെ എക്സ്പെക്റ്റഡ് റിട്ടേൺ വരുമ്പോൾ W1 ഇൻറ്റു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് R1 പ്ലസ് W2 ഇൻറ്റു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് R2, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞു, ഇത് ആക്ച്വലി ആ സ്റ്റോക്ക് തന്നതും ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആർ പിയും ഈ ആർ പിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് നമുക്ക് എക്സ്പെക്റ്റഡ് വേരിയൻസ് കിട്ടുന്നത്. എക്സ്പെക്റ്റഡ് വേരിയൻസ് കിട്ടുന്നത് ഇത് ഈ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് പോർട്ട്ഫോളിയോ വേരിയൻസിന്റെ ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഇത് സോൾവ് ചെയ്യാനുള്ള ഡെറിവേഷൻ നിങ്ങളുടെ സിലബസിൽ ഇല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സോൾവ് ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. You will find a term called R1 minus expected return of R1 the whole squared. അതായത് ഒരു ഫൈനാൻഷ്യൽ അസറ്റ് ആക്ച്വലി തന്ന റിട്ടേണും അതിന്റെ എക്സ്പെക്റ്റഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള ഡിഫറൻസിന്റെ സ്ക്വയർഡിനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു വേരിയൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ അസറ്റ് എന്ന് വിളിക്കുന്നതും. ഒരു പെർട്ടിക്കുലർ അസറ്റിനെ ആ അസറ്റിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേണുമായിട്ട് വേരി ചെയ്യുമ്പോൾ മറ്റേ അസറ്റ് അതിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേണുമായിട്ട് വേരി ചെയ്യുന്നതിന്റെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ കോവേരിയൻസ് എന്ന് വിളിക്കുന്നത്. കോവേരിയൻസ് ഗീവ്സ് ദി ഡയറക്ഷൻ. ഓക്കെ, ഒരു സ്റ്റോക്ക് അതിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂവിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ മറ്റേ സ്റ്റോക്കും റിട്ടേണും അതിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേണിൽ നിന്നും മുകളിലേക്കാണോ താഴേക്കാണോ പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോവേരിയൻസ് യൂസ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയും എഴുതാം. R1 മൈനസ് ER1 the whole squared is R1 മൈനസ് ER1 and R1 into R1 മൈനസ് ER1. ഇത് ഈ ഇക്വേഷൻ നമ്മുടെ കോവേരിയൻസിന്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാം a variance is nothing but the covariance of one asset with itself. അതായത് വേരിയൻസ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആ അസറ്റുമായിട്ടുള്ള കോവേരിയൻസിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫൈനലി നമ്മുടെ പോർട്ട്ഫോളിയോ വേരിയൻസിന്റെ ഇക്വേഷൻ കിട്ടുന്നത് ഫോർ എ രണ്ട് അസറ്റ് ഉള്ള പോർട്ട്ഫോളിയോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് W1 സ്ക്വയർഡ് സിഗ്മ സ്ക്വയർഡ് ഇൻറ്റു R1 പ്ലസ് W2 സ്ക്വയർഡ് സിഗ്മ സ്ക്വയർഡ്, അതായത് രണ്ടാമത്തെ അസറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് പ്ലസ് 2 ഇൻറ്റു W1 W2 ഇൻറ്റു കോവേരിയൻസ് ഓഫ് R1 R2. This matches with the previously discussed, that is for n securities there are n variances. ഇവിടെ രണ്ട് അസറ്റ് ഉള്ള പോർട്ട്ഫോളിയോ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് വേരിയൻസ് ടേംസ് ഉണ്ട് അല്ലെ, സിഗ്മ സ്ക്വയർഡ് ഉണ്ട്, അതുകൂടാതെ n into n minus 1/2 ഡിസ്റ്റിങ്ക്ട് കോവേരിയൻസ്, അതായത് ഒരു കോവേരിയൻസിന്റെ ടേമും ഉണ്ട്. സോ ഇതാണ് ആ രണ്ട് അസറ്റിന്റെയും ഇൻഡിവിജ്വലി ഉള്ള വേരിയൻസസ് അക്കോർഡിംഗ് ടു ദെയർ വെയിറ്റേജ്, പ്ലസ് നമുക്ക് ആ കോവേരിയൻസ് എന്ന് പറയുന്ന ഒരു ടേമും ഉണ്ട്. മൂന്നാമത് ഒരു ടേം വരുമ്പോഴത്തേക്കിന് ഇത് ഒരു പോർട്ട്ഫോളിയോയിൽ 3 അസറ്റ് ഉണ്ടെങ്കിൽ W1 സ്ക്വയർഡ് സിഗ്മ സ്ക്വയർഡ് R1 പ്ലസ് W2 സ്ക്വയർഡ് സിഗ്മ 2 സ്ക്വയർഡ് പ്ലസ് W3 സ്ക്വയർഡ് സിഗ്മ 3 സ്ക്വയർഡ് അങ്ങനെ പോയി നമുക്കൊരു വലിയ ഇക്വേഷൻ കിട്ടും. നിങ്ങൾ ആ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട. കാരണം എന്തെന്നാൽ എക്സാമിനകത്ത് അവരെപ്പോഴും കോവേരിയൻസ് മെട്രിക്സ് അല്ലെങ്കിൽ കോറിലേഷൻ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ടേബിൾ തരും. അത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഈ പറയുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ വേരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ കോവേരിയൻസ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. കോവേരിയൻസ് കോറിലേഷന്റെ ടേംസിൽ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? കോറിലേഷൻ ഈസ് ഈക്വൽ ടു കോവേരിയൻസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 1 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോവേരിയൻസ് ഈസ് ഈക്വൽ ടു കോറിലേഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് A ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് B ആണ്. അത് ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കോവേരിയൻസ് വേരിയൻസ് ഓഫ് എ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് W1 സ്ക്വയർ സിഗ്മ 1 സ്ക്വയർ പ്ലസ് W2 സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ പ്ലസ് 2 W1 W2 ഫസ്റ്റ് അസറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു സെക്കൻഡ് അസറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു കോറിലേഷൻ ഓഫ് ദി 2 അസറ്റ്സ്. ഇങ്ങനെയും നമുക്ക് ഈ ഇക്വേഷൻ, ഈ പോർട്ട്ഫോളിയോ വേരിയൻസിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം.
ഈ ഇക്വേഷന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് ആ പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടും. എക്സാമിന് വേരിയൻസ് ആണോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ ചോദിച്ചിരിക്കുന്നത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. കോവേരിയൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ കോറിലേഷനിലേക്ക് മാറ്റേണ്ട ട്രാൻസ്പോർട്ട് ഇത് ഇങ്ങനെ ഈ ഇക്വേഷനിലേക്ക് വരേണ്ട ആവശ്യമില്ല, മറ്റേത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കോവേരിയൻസ് മെട്രിക്സും കോറിലേഷൻ മെട്രിക്സിലേക്കും നമ്മൾ വന്നിട്ടുണ്ട്. ഒരു എക്സാമിനകത്ത് ഈ ഇക്വേഷൻസ് ഈ മെട്രിക്സിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടായിരിക്കും നമ്മുടെ അടുത്ത് എക്സാം സോൾവ് ചെയ്യാൻ പറയുന്നത്. വി ഹാവ് ടു ലേൺ ഹൗ ടു ഐഡന്റിഫൈ ദ റെലവന്റ് ടേംസ് ഇൻ ദ മെട്രിക്സ്. ഇതാണ് ഒരു കോവേരിയൻസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ആദ്യമേ ഇതിനെപ്പറ്റി ഞാനൊരു ബ്രീഫ് തരാം. അതായത് ഇതിനകത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ കണ്ടോ, ഇതെല്ലാമാണ് ഡയഗണൽ ടേംസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കോവേരിയൻസ് ഇത് എങ്ങനെയാ വായിക്കുന്നതെന്ന് വെച്ചാൽ കോവേരിയൻസ് ഓഫ് അസറ്റ് എ വിത്ത് അസറ്റ് എ, കോവേരിയൻസ് ഓഫ് അസറ്റ് എ വിത്ത് അസറ്റ് ബി, കോവേരിയൻസ് ഓഫ് അസറ്റ് എ വിത്ത് അസറ്റ് സി, കോവേരിയൻസ് ഓഫ് അസറ്റ് എ വിത്ത് അസറ്റ് ഡി, ഇങ്ങനെയാണ് വായിക്കുന്നത്. സോ കോവേരിയൻസ് ഓഫ് അസറ്റ് എ വിത്ത് എ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വേരിയൻസ് ഇസ് നത്തിങ് ബട്ട് കോവേരിയൻസ് ഓഫ് വൺ അസറ്റ് വിത്ത് ഇറ്റ് സെൽഫ്, അതിനെയാണ് കോവേരിയൻസ് എന്ന് വിളിക്കുന്നത്. അതായത് സിഗ്മ സ്ക്വയർഡ് ഓഫ് അസറ്റ് എ, സിഗ്മ സ്ക്വയർഡ് ഓഫ് അസറ്റ് എ എന്ന് വിളിക്കുന്നതിനെയാണ് നമ്മൾ 4 എന്ന് കിട്ടിയത്, ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അതായത് ഇതിനെ ചുമ്മാ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് ആ ഫസ്റ്റ് ഫൈനാൻഷ്യൽ അസറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 2. അതേപോലെ ബി കോവേരിയൻസ് ഓഫ് മെട്രിക്സ് അസറ്റ് ബി വിത്ത് ദ കോവേരിയൻസ് ഓഫ് മെട്രിക്സ് ബിനെയാണ് 16 എന്ന് കിട്ടിയത്. അതായത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും, ഇവിടെ 5 എന്ന് കിട്ടും, ഇവിടെ 6 എന്ന് കിട്ടും. അതാണ് ഡയഗണൽ ടേംസിന്റെ പ്രത്യേകത. ഇവിടെ കോവേരിയൻസ് ഓഫ് എ, കോവേരിയൻസ് ഓഫ് അസറ്റ് എ വിത്ത് അസറ്റ് ബി ആണ് ഇവിടെ 1 കിട്ടിയത്. ഇവിടെ കോവേരിയൻസ് ഓഫ് അസറ്റ് ബി വിത്ത് അസറ്റ് എയും നമുക്ക് 1 കിട്ടുന്നുണ്ട്. അതായത് രണ്ട് അസറ്റ് തമ്മിലുള്ള കോവേരിയൻസ് എന്ന് പറയുന്നത് തിരിച്ചെഴുതിയാലും മറിച്ചെഴുതിയാലും നമുക്ക് ഒന്നേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് യൂഷ്വലി അവർ കോവേരിയൻസ് മെട്രിക്സ് എക്സാമിന് തരുമ്പം അവർ ഈ ഭാഗങ്ങൾ ഫിൽ ചെയ്യാറില്ല, കാരണം ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ മിറർ ഇമേജ് ഓഫ് ദി അപ്പർ ഹാഫ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു n into n minus 1/2 distinct covariance terms എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഡിസ്റ്റിങ്ക്റ്റ് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ഇക്വേഷൻ പഠിച്ചപ്പോൾ എന്താ പഠിച്ചത്? W1 squared R1 squared W1 squared sigma 1 squared plus W2 squared sigma 2 squared plus 2W1 W2 into covariance. അവിടെ ഒരു 2 ഉണ്ടല്ലേ, ആ 2 എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ രണ്ടെണ്ണത്തിന്റെയും നമ്മൾ, അതായത് ഒരു സൈഡിലുള്ള അസറ്റിന് രണ്ട് കോവേരിയൻസ് ഉണ്ട്, പക്ഷെ ഡിസ്റ്റിങ്ക്റ്റ് അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് കോവേരിയൻസസ് കണ്ടുപിടിക്കുന്നത്. അവിടെയാണ് നമ്മൾ ആ 2 into W1 W2. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും അടിക്കണ്ട. എന്തായാലും ഡയഗണൽ എന്ന് പറയുന്നത് ആ പറയുന്ന വേരിയൻസ്, ആ ഓരോ അസറ്റിന്റെയും വേരിയൻസ് ആണ് തരുന്നത്. നോൺ ഡയഗണൽ എന്ന് പറയുന്ന ഓരോ അസറ്റ് തമ്മിലുള്ള കോവേരിയൻസസ് ആണ്. ഇത് ഒരു 4/4 അസറ്റ് ആണ്. അതായത് എന്റെ പോർട്ട്ഫോളിയോയിൽ 4 അസറ്റ് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇത് കിട്ടുന്നത്. യൂഷ്വലി എക്സാമിന് രണ്ട് ഫൈനാൻഷ്യൽ അസറ്റ്സ് ഉള്ള പോർട്ട്ഫോളിയോ ആണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2/2 മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ 3/3 കിട്ടും, അങ്ങനെ പലതും കിട്ടും. ഈ കോവേരിയൻസ് മെട്രിക്സിൽ നിന്ന് നമുക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കോറിലേഷൻ ഓഫ് വൺ അസറ്റ് വിത്ത് ഇറ്റ് സെൽഫ് എപ്പോഴും 1 ആയിരിക്കും. സോ ഈ ഡയഗണൽ ടേംസ് എല്ലാം 1 ആയിട്ട് മാറും. ബാക്കിയുള്ള ബി, കോറിലേഷൻ ഓഫ് അസറ്റ് ബി വിത്ത് അസറ്റ് എ എന്ന് പറയുന്നത് കോവേരിയൻസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി ആണ്. കോവേരിയൻസ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഉണ്ട് 1 എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, അഥവാ സ്ക്വയർ റൂട്ട് ഓഫ് 4 എടുത്താൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 16 എടുത്താൽ മതി. അങ്ങനെ ചെയ്തിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കോറിലേഷൻ എന്ന് പറയുന്ന ടേംസും കിട്ടും. സോ കോവേരിയൻസ് മെട്രിക്സിനകത്ത് നിന്ന് നമുക്ക് കോറിലേഷനും കണ്ടുപിടിക്കാൻ പറ്റും. n into n minus 1/2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിസ്റ്റിങ്ക്റ്റ് കോവേരിയൻസ് ടേംസ്. അതെല്ലാം ഈ കോവേരിയൻസ് മെട്രിക്സ് വഴി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ കോവേരിയൻസ് മെട്രിക്സ് തരുന്നത് കൊണ്ടാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത്.
നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ പോർട്ട്ഫോളിയോ വേരിയൻസ് ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഈ കോവേരിയൻസ് മെട്രിക്സിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ സിഗ്മ സ്ക്വയർഡ് ഓഫ് ദി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് W1 സ്ക്വയർഡ് സിഗ്മ 1 സ്ക്വയർഡ് എന്നാണ് കിട്ടുന്നത്, പ്ലസ് W2 സ്ക്വയർഡ് സിഗ്മ 2 സ്ക്വയർഡ് എന്നുള്ള ടേം കിട്ടും, പ്ലസ് 2 ഇൻറ്റു W1 W2 ഇൻറ്റു കോവേരിയൻസ് ഓഫ് സിഗ്മ 1 ഇൻറ്റു സിഗ്മ 2 എന്ന് കിട്ടും. അതായത് ഈ സിഗ്മ 1 സ്ക്വയർഡ് എന്ന് പറയുന്നത് കോവേരിയൻസ് ആണ്. ഈ കോവേരിയൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഈ 4ന്റെ സ്ക്വയർ എടുക്കാൻ നിൽക്കരുത്. 4 അതേപടി ഇവിടെ എഴുതി വെക്കുക. 16ഉം അതേപടി ഇവിടെ എഴുതി വെക്കുക. പിന്നെ അടുത്ത ഇക്വേഷനിൽ വരുമ്പോഴാണ് 2W1 W2 ഇൻറ്റു സിഗ്മ കോവേരിയൻസ് ഓഫ് എ ആൻഡ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. കോവേരിയൻസ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് 1 ആയിട്ട് ഇവിടെ കിട്ടും. ഇനി 4/4 അസറ്റ് ആണ് തരുന്നതെങ്കിൽ ഇക്വേഷൻ കാണാതെ പഠിക്കാതെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമേ ഈ എല്ലാ അസറ്റിന്റെയും ഓരോ ഇൻഡിവിജ്വൽ അസറ്റ്സിന്റെ വെയിറ്റേജ് വെച്ചിട്ട് W1 സ്ക്വയർഡ് ഇൻറ്റു ഈ ഡയഗണൽ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം W2 ഇൻറ്റു വെയിറ്റേജ് ഓഫ് എ ഇൻറ്റു വെയിറ്റേജ് ഓഫ് ബി ഇൻറ്റു കോവേരിയൻസ് ഓഫ് എ ബി പ്ലസ് 2 ഇൻറ്റു വെയിറ്റേജ് ഓഫ് സി ഇൻറ്റു വെയിറ്റേജ് ഓഫ് എ ഇൻറ്റു കോവേരിയൻസ് ഓഫ് എ സി കോവേരിയൻസ് ഓഫ് എ ഡി അങ്ങനെ 2 ഇൻറ്റു WC ഇൻറ്റു WD അങ്ങനെ ഓരോന്നിന്റെയും കോവേരിയൻസ് മെട്രിക്സ് വെച്ച് നമുക്ക് ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ CFA ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. കോവേരിയൻസ് മെട്രിക്സിൽ നമുക്ക് കോറിലേഷൻ മെട്രിക്സ് കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് കോറിലേഷൻ കണ്ടുപിടിക്കുന്നതെന്ന്. കോവേരിയൻസ് ഡിവൈഡഡ് ബൈ ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി 2 ഇൻഡിവിജ്വൽ അസറ്റ്സിന്റെയും പ്രോഡക്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് കോറിലേഷൻ കിട്ടുന്നത്. ഇവിടെയും മിറർ ഇമേജ് ആണ് അവര് ഒരു സൈഡിന്റെ മിറർ ഇമേജ് ആണ്. സോ യൂഷ്വലി അവരിത് തരാറില്ല. ഓക്കെ, we will be given a covariance matrix and will be asked to calculate the correlation. എങ്ങനെയാണ് covariance matrix ന്ന് correlation കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എക്സാമിന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇൻഡിവിജ്വൽ അസറ്റ്സിന്റെ റിട്ടേൺസ് തന്നിരിക്കും. നമ്മുടെ W1 സ്ക്വയർഡ് സിഗ്മ സ്ക്വയർഡിനകത്ത് സിഗ്മ 1 സ്ക്വയറിനകത്ത് നമ്മൾ സിഗ്മയ്ക്ക് പകരം ചിലപ്പം റിട്ടേൺസ് എടുത്തിട്ട് കളയും. അങ്ങനെ ചെയ്യരുത്. അവർ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തരുന്നതാണ്. റിട്ടേൺസ് എപ്പോഴും പോർട്ട്ഫോളിയോ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് അതിനെ അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ എപ്പോഴും റിസ്ക് കണ്ടുപിടിക്കാൻ നമ്മൾ വേരിയൻസും കോവേരിയൻസും മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. സോ ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ട്രാപ്പിൽ വീഴരുത്. ഇനി അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.